മലപ്പുറത്ത് കോട്ടക്കലിൽ വൻ തീപിടുത്തം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന രണ്ടുപേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, ഗുഡ് മോർണിംഗ്. രാവിലെയാണ് തീപിടിച്ചത്. ഒരു ചെരുപ്പ് കടയടക്കം മൊത്തം തീപിടിച്ചു പോയെന്നാണ് തോന്നുന്നത്. വലിയ തീപിടുത്തമാണ്, അത് കണ്ടാൽ തന്നെ ഭയം തോന്നും. ഇതിനിടയിൽ രണ്ടുപേര് പെട്ടിരുന്നു. അവർക്ക് കാര്യമായ പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? അരുൺ, രണ്ടുപേരെയും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ, ഫയർ റെസ്ക്യൂ ടീമിൻ്റെ ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. തീ പുറം ഭാഗത്താണ് വെച്ചത്, പക്ഷേ ഉള്ളിൽ വലിയ തോതിൽ ആളിപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അവരെ രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ്? നമ്മൾ ബിൽഡിങ്ങിന് തീ പിടിച്ച സമയത്ത് ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് പുറകിലുള്ള വലിയ 2 ഷട്ടർ ഉണ്ട്, അവിടെയാണ് ഫോക്കസ് ചെയ്തത്. അവിടെയാണ് തീയിൽ അതിലൂടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. ആ സമയത്താണ് ഇവിടെ നാട്ടുകാർ 2 പേര് മുകളിലേക്ക് കയറിയിട്ട് ഒരു മരത്തിൽ പിടിച്ചാൽ കയറി മുകളിലേക്ക് നോക്കിയപ്പോൾ അതിനോട് 2 പേര് കുടുങ്ങി കിടക്കണമെന്ന് പറഞ്ഞു. അതിൽ 3 പേരുണ്ടായിരുന്നത്. ഒരാൾ ആദ്യം രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. അതിനുശേഷം നമ്മൾ വിളിച്ചു. നമ്മൾ ടീം പോയിട്ട് അവിടെ പോയി ലാഡർ സെറ്റ് ചെയ്തു. നമ്മൾ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ നോർമലി ഒരാൾക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് BSET എന്ന് പറയും, ബ്രീത്തിങ് അപ്പാരറ്റസ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൂമിനുള്ളിൽ കയറിയത്. രണ്ടാമത്തെ റൂമിനുള്ളിൽ കാരണം വിഷൻ തീരല്ല. നമ്മൾ കുനിഞ്ഞു നിന്ന് താഴെ തറയിലേക്ക് ലൈറ്റ് അടിച്ച് പതുക്കെ കയറി ചെന്നപ്പോഴാണ് 2 പേര് അവിടെ കിടക്കുകയാണ്. ചെറിയ രീതിയിലാണ് ബ്രീത്തിങ് എടുക്കുന്നത്. വിളിച്ചപ്പോഴൊന്നും റെസ്പോൺസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. പെട്ടെന്ന് തൊട്ടപ്പോൾ ഒരാൾ കൈയിട്ട് അടിക്കാൻ നോക്കി. വീണ്ടും അക്ഷയ് കൂടണം എന്ന് അക്ഷയനെ വിളിച്ചു. FR ആണ്. അവനെ വിളിച്ചിട്ട് ഞാൻ ഇയാളെ എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. ഡോറിനെ അവിടെ കൊണ്ടുപോയിട്ട് അക്ഷയനെ വിളിച്ച് അവൻ പുറത്തേക്ക് കൊണ്ടുപോയി. നെക്സ്റ്റ് വീണ്ടും വന്നിട്ട് രണ്ടാമത്തെ ആളെ എടുത്തിട്ട് വീണ്ടും പുറത്തേക്ക് നമ്മൾ എത്തിച്ചു. വേറെ ആരോഗ്യാവസ്ഥ? 2 ആൾ ഹെൽത്തിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്തുകൊണ്ടപ്പോൾ തന്നെ വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അവർ ബ്രീത്തിങ് എല്ലാം ഓക്കെയാണ്. അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജീവനക്കാരായിരുന്നു 2 പേര്? ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. 2 പേര് അന്യസംസ്ഥാന തൊഴിലാളികളും ഒരാൾ മലയാളിയാണ്. കറണ്ട് ഉള്ളു പൂർണ്ണമായും അവസ്ഥ അതന്നെ. കാരണം വെന്റിലേഷൻ ഇല്ല, എല്ലാ സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നന്നായിട്ട് റൂമിനുള്ളിലെല്ലാം ഹീറ്റ് ഉണ്ട്. വെച്ച സാധനങ്ങളെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീയല്ല, പുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് തീരെ കയറാൻ പറ്റുന്നില്ല. അവിടെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളം അടിച്ചിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിനിവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 8ഓളം യൂണിറ്റുകൾ, 4 ഫയർ സ്റ്റേഷനുകളുണ്ടായി 8ഓളം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. 5:30 ആരംഭിച്ച തീപിടുത്തമാണ് ഇപ്പോഴും തുടരുന്നത് എന്നതാണ്. വലിയ തോതിൽ നാട്ടുകാരൊക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 പേരെയും സുരക്ഷിതമായി രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യം. ഓക്കെ, താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വലിയ തീപിടുത്തമുണ്ടായെങ്കിലും 2 പേർ അതിൽ പെട്ടുവെങ്കിലും അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. കോട്ടക്കലിലെ വ്യാപാര സ്ഥാപനത്തിലാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്.